ഒരു 35 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ദില്ലിയിലെ വസതിയിൽ പോയി കണ്ടതും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പൂച്ചയെ ഓമനിച്ചതും ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ ഒരു കോപ്പി അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോടുകൂടി വാങ്ങിച്ചതുമായ ആ ഓർമ്മ ഇപ്പോൾ എന്നിൽ മിന്നിമറയുകയാണ്. ദുർബലനായ ഒരു ക്ഷീണിതനെ പോലെ അദ്ദേഹത്തെ ഞാൻ കണ്ടെങ്കിലും ആ നീണ്ട വിരലുകൾ അപ്പോഴും അദൃശ്യമായ കാർട്ടൂണുകൾ വരക്കാനും കഥകൾ എഴുതാനും ഭാവിയിലെ പ്രവാചകന്റെ വഴിയും ഒരു സാഗരവും മധുരം ഗായകയും ഒക്കെ എഴുതുവാൻ സജ്ജവുമായിരുന്നു. ആ കണ്ണുകളിൽ അങ്ങനെ ഒരു വല്ലാത്ത പ്രകാശ പൂർണിമ ഉണ്ടായി. അക്കാലത്ത് വിജയൻ വരച്ച ഒരു കാർട്ടൂൺ പരമ്പരയുടെ പേര് ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകളിൽ അങ്ങനെ ഭാവിയിലെ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ദർശനവും നല്ല നേരം പോക്കും ഉണ്ടായിരുന്നു. കാർട്ടൂൺ കലയിൽ അദ്ദേഹം ആ കാലത്ത് ദില്ലിയെ വിറപ്പിച്ചിരുന്നു. ഒരു കഥ എം മുകുന്ദൻ പറഞ്ഞൊരു കഥയാണ്, വ്യക്തിപരമായി പറഞ്ഞ കഥയാണ്. അത് എഴുതിയിട്ടൊന്നുമില്ല. ഒരിക്കൽ ഉപരാഷ്ട്രപതി ശങ്കർദയാൽ ശർമ്മ ദില്ലിയിലെ പ്രിയപ്പെട്ടവരെയൊക്കെ ഒരു വിരുന്നിന് വിളിച്ചു. എഴുത്തുകാരൊക്കെ വിളിക്കപ്പെട്ടവരിൽ ഉണ്ടായിരുന്നു. വിജയനും വിളി വന്നു. പക്ഷെ വിജയൻ ആ വിളി നിരാകരിച്ചു. രാഷ്ട്രപതി ഭവനിലാണ് വിരുന്ന്, വൈകിട്ടത്തെ വിരുന്ന്. അപ്പോഴും നമ്മുടെ മുകുന്ദൻ പറഞ്ഞു പോലും വിജയനോട്, വിജയ അങ്ങനെ ചെല്ലാതിരിക്കുന്നത് മോശമാണ്, വരൂ എന്ന് പറഞ്ഞു. മുകുന്ദനും മറ്റുള്ളവരൊക്കെ നിർബന്ധിച്ചിട്ട് വിജയനെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ വലിയ പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്. രാഷ്ട്രപതി വിരുന്നിനെത്തുമ്പം മണിമുട്ടും, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അങ്ങനെ ഒരുപാട് ആചാര മര്യാദകളൊക്കെ ഉണ്ട്. അങ്ങനെ ആ സമയമായി രാഷ്ട്രപതി വരുന്നു, എല്ലാവരും എഴുന്നേറ്റ് നിന്നു. വിജയൻ എഴുന്നേറ്റ് നിന്നില്ല. അപ്പം മുകുന്ദനും മറ്റ് സുഹൃത്തുക്കളൊക്കെ നിർബന്ധിച്ചു പോലും ഒന്ന് എഴുന്നേറ്റ്, വിജയൻ എഴുന്നേറ്റ് നിന്നില്ല. അങ്ങനെ ഈ ഹാളിലേക്ക് വരുന്ന രാഷ്ട്രപതി വിജയനെ കാണുകയും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇരിക്കുന്ന വിജയനെ കാണുകയും വിജയന്റെ അരികിലേക്ക് വന്നിട്ട് ആ കൈകൾ പിടിച്ചു കുലുക്കി, ഹലോ മിസ്റ്റർ വിജയൻ, സന്തോഷം വന്നതിൽ ഞാൻ കാർട്ടൂണുകളൊക്കെ കാണാറുണ്ട് എന്ന് പറയുകയും ചെയ്ത് എല്ലാവരെയും ഞെട്ടിച്ചു എന്നുള്ളൊരു അനുഭവം മുകുന്ദൻ വ്യക്തിപരമായി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു വിജയൻ. അന്ന് കാർട്ടൂൺ കലയിലൂടെയാണ് അദ്ദേഹം ദില്ലിയെ വിറപ്പിക്കുന്നത്. ആ ദില്ലിയുടെ അപഹാസ്യതയും ആസുരതയും ഒക്കെയാണ് അദ്ദേഹം പിന്നീട് ഖസാക്കിന് ശേഷം ധർമ്മ പുരാണത്തിൽ എഴുതിയത്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ എപ്പോഴും ഇത്തിരി നേരം പോക്കും ഒത്തിരി ദർശനവും ഉണ്ടായിരുന്നു. വിനയം കൊണ്ടാണ് അദ്ദേഹം ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം എന്ന് പറഞ്ഞത്. കാലത്തില് അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മാറി വരുന്ന വിജയനാണ് ഖസാക്കിന്റെ ഇതിഹാസം 66 പുറത്തിറങ്ങി. പിന്നീട് എത്രയോ പതിപ്പുകൾ വരുമ്പോൾ ഓരോ പതിപ്പിലും വിജയൻ ഇങ്ങനെ തിരുത്തുകൾ വരുത്തുമായിരുന്നു. വാക്യങ്ങൾ തിരുത്തും, വാക്കുകൾ തിരുത്തും. ആദ്യ പതിപ്പ് ഖസാക്കിന്റെ ഇതിഹാസം വായിച്ച ഒരാള് പിന്നീട് വിജയൻ ജീവിച്ചിരുന്ന കാലം വരെയുള്ള ഖസാക്കിന്റെ പതിപ്പുകൾ വായിക്കേണ്ടി വരും. കാരണം ഒരുപാട് മാറ്റങ്ങൾ വിജയനെ വരുത്തിക്കൊണ്ടേയിരിക്കും. ഇടയ്ക്ക് വീണ്ടും കൂട്ടിച്ചേർക്കലുകൾ നടത്തും. രവിയോട്
കുഞ്ഞാമിനിയെ കല്യാണം കഴിക്കാൻ വേണ്ടി പറയും. അത് ഏതോ ഒരു പതിപ്പിൽ അങ്ങനെ ഒരു അനുബന്ധം എഴുതി ചേർത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട വായനക്കാരെ, നിങ്ങളിത് വായിക്കുമ്പോൾ കുഞ്ഞാമിനിയെ നിങ്ങൾ ആമിനക്കുട്ടി എന്ന് വിളിക്കണം, രവിയോട് ആമിനക്കുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി പറയണം എന്നൊക്കെ കാര്യം അദ്ദേഹം ഇടപെടും. കാലങ്ങൾക്കനുസരിച്ച് അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ ഈ ഖസാക്കിന്റെ ഇതിഹാസത്തിൽ വരുത്തിയിട്ടുണ്ട്. അത് പ്രായം അദ്ദേഹത്തിൽ ചെലുത്തുന്ന ചില സ്വാധീനങ്ങളാണ്. ആദ്യ പതിപ്പ് 69 വന്ന അല്ല, 50 വർഷമൊക്കെ കഴിഞ്ഞു ഖസാക്കിന്റെ ഇതിഹാസം പുറത്തിറങ്ങിയിട്ട്. അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ 6-7 വർഷമായി. പക്ഷെ അദ്ദേഹം പല പല തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. അത് ഭാഷയുടെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്രമാത്രം പദധ്യാനം നടത്തിയ ഒരു എഴുത്തുകാരൻ നമ്മുടെ ഗദ്യ സാഹിത്യത്തില്, മലയാളത്തില് വേറെ കവിതയിലുണ്ടായിരിക്കാം. അതേപോലെ തന്നെ കാവ്യം അനുശീലനമാക്കിയ ഒരു എഴുത്തുകാരൻ ഇദ്ദേഹത്തെ പോലെ ആധുനികരുടെ കൂട്ടത്തിൽ വേറെ ആയിരുന്നു. കവിതയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വലിയ വാസസ്ഥലം. നോക്കിയാൽ മതി, എഴുത്തച്ഛൻ ചങ്ങമ്പുഴ, എഴുത്തച്ഛൻ തൊട്ടിങ്ങ് ചങ്ങമ്പുഴ വരെ അദ്ദേഹം എല്ലാം ഹൃദിസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ ബഷീർ തകഴി, അതുപോലെ കുമാരനാശൻ, ഇവരുടെയൊക്കെ ഭാഷയെ ഇത്രയേറെ സ്വാംശീകരിച്ച ഒരു എഴുത്തുകാരൻ നമ്മുടെ ആ ആധുനികരുടെ കൂട്ടത്തിൽ ഒരാളിലും നമ്മൾ കാണില്ല. ആധുനികരായ ഗദ്യ സാഹിത്യകാരന്മാരിൽ കവിതയോട് ഇത്രയേറെ ബന്ധപ്പെട്ട ഒരു എഴുത്തുകാരൻ വേറെയില്ല. അതുകൊണ്ടാണ് ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ ആദ്യ അധ്യായത്തിന് തന്നെ വഴിയമ്പലം തേടി എന്ന് അദ്ദേഹം നാമകരണം ചെയ്യുന്നത് ശീർഷകമായിട്ട്. ആ വഴിയമ്പലം എവിടെ നിന്ന് കിട്ടുന്ന? അത് എഴുത്തച്ഛനിൽ നിന്ന് കിട്ടുന്നതാണ്. താന്തർ പെരുവഴി അമ്പലം തന്നിൽ താന്തരായി വന്ന് വിയോഗം കൂടുമ്പോൾ. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ആ വരിയിലേക്ക് ആകർഷിക്കപ്പെട്ടതും വഴിയമ്പലം സ്വീകരിച്ചു? അതിലെ വഴിയമ്പലം, അതിലെ താന്തർ, അതിലെ വിയോഗം. വി വിജയന്റെ കലാദർശനത്തിന്റെ 3 നെടുന്തൂണുകൾ ഇത് തന്നെയാണ്. ഒന്ന് വഴിയമ്പലം, ഒന്ന് താന്തർ, താന്തർ എന്ന് പറഞ്ഞാൽ ക്ഷീണിതർ, ഒന്ന് വിയോഗം. അദ്ദേഹം പറയും ഇത് വിയോഗത്തിന്റെ കഥയാണ്. എവിടെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇത് വിരഹത്തിന്റെ കഥയാണ്, ഇത് യാത്രയുടെ കഥയാണ്. യാത്രയിലാണ് നമ്മളൊരു വഴിയമ്പലത്തിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ നമ്മൾ ക്ഷീണിതരാകും. പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും പുറപ്പെടും. ആ ക്ഷീണമൊക്കെ അകലുമ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും പുറപ്പെടും. അപ്പോൾ വിയോഗമാകും. വി വിജയന്റെ രചനകളുടെയൊക്കെ അടിത്തട്ടിൽ കിടക്കുന്ന ഏറ്റവും വലിയ ആശയങ്ങളിൽ ഇത് 3ആണ്: യാത്ര, വിരഹം, വിയോഗം അഥവാ വിയോഗം, അതിന്റെ ദുഃഖം. ഖസാക്കിന്റെ ഇതിഹാസമൊക്കെ ഇപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ, പുതിയ തലമുറയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, നമ്മുടെയൊക്കെ തലമുറ ഇപ്പോഴും അത് വീണ്ടും വീണ്ടും വായിക്കുമ്പോഴും നമുക്ക് ദുഃഖം തോന്നുന്നുണ്ട്. അതാണ് ആ കൃതിയുടെ നിലനിൽപ്പിന്റെ ഏറ്റവും വലിയൊരു അർത്ഥം. ഏത് അധ്യായം വായിച്ചാലും നമുക്ക് ദുഃഖം തോന്നും. അദ്ദേഹത്തിന്റെ ആ ഭാഷ തന്നെ നമുക്ക് ദുഃഖം തരും. അങ്ങനെ ഒരു ഭാഷയാണ് അദ്ദേഹം മാറും. നമ്മുടെ തലമുറയിലുള്ള കുട്ടികൾ എങ്ങനെ അത് വായിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുതിയ തലമുറക്ക് അങ്ങനെ ഒരു ദുഃഖം തോന്നുമോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതിനൊന്നും ഉറപ്പ് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ നമ്മളിപ്പോ വീണ്ടും വായിക്കുമ്പോഴും നമുക്ക് മടുക്കുന്നില്ല. നമുക്ക് ആ ദുഃഖം അറിയാം. ഈ മനുഷ്യൻ എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളെ സംസ്കരിച്ചെടുത്തത്, ഈ കഥാപാത്രങ്ങളെ എങ്ങനെയൊക്കെയാണ് എഡിറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും തിരുത്തി, വീണ്ടും റീറൈറ്റ് ചെയ്തു, തിരുത്തി പുനരാവിഷ്കരിച്ച്, അങ്ങനെയൊക്കെ അദ്ദേഹം കുറെ കാലം ഈ പതിപ്പുകളൊക്കെ ഇങ്ങനെ മാറ്റി വന്നു. കഥാപാത്രങ്ങളൊന്നും മാറിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും ഭാഷ മാറിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? പ്രായം അദ്ദേഹത്തിൽ അടിച്ചേൽപ്പിക്കുന്ന സമ്മർദ്ദങ്ങളാണ്. ആ 60-ലെ അദ്ദേഹം ഈ ഖസാക്കിന്റെ ഇതിഹാസത്തെ കുറിച്ച് എഴുതിയ ഇതിഹാസത്തിന്റെ ഇതിഹാസം എന്നുള്ള പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയ ആ യുവത്വ കാലത്തിനാണ്, യൗവന കാലത്തിനാണ്. അതിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞു? ആ യൗവനാണ് അദ്ദേഹത്തെ കൊണ്ട് അത് എഴുതിച്ചത്. കാരണം എന്താണ്?
ഖസാക്കിന്റെ ഇതിഹാസം ഒരു അസ്തിത്വ വികലതയുടെ കഥയാണ്. അത് അദ്ദേഹം തന്നെ പറയുക, ഒരു ജൈവ ക്ഷീണത്തിന്റെ കഥയാണ് ഖസാക്കിന്റെ ഇതിഹാസം. ജൈവിക ക്ഷീണം എന്നൊക്കെ പറയും. വാർദ്ധക്യത്തിൽ മാത്രമല്ല ക്ഷീണം വരും. ഏത് പ്രായത്തിലും നമുക്ക് ക്ഷീണം ഉണ്ടാകും. ആ ക്ഷീണത്തിന്റെ കഥയാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു കൃതിയാണ് ഖസാക്കിന്റെ ഇതിഹാസം. അതേസമയം തന്നെ ഒരുപാട് യുവത്വങ്ങൾ ആശ്ലേഷിച്ച രചന കൂടിയാണ് ഖസാക്കിന്റെ ഇതിഹാസം. ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്കറിയാം. എത്രയോ വൈകിട്ടാണ് ഞാനൊക്കെ കോളേജിൽ എത്തിച്ചേർന്നത്. അപ്പൊ ആ കാലത്തും കോളേജുകളിലൊക്കെ ഇതൊരു തരംഗമാണ് ഖസാക്കിന്റെ ഇതിഹാസം. അത് എങ്ങനെ വിജയം സാധിച്ചു? അതെന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രത്യേകതയെ കുറിച്ച് കൂടിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഒന്ന്, അതിൻ്റെ ഭാഷ തന്നെ. ഈ ഭാഷ അദ്ദേഹം സ്കൂളിലൊന്നും പോയി പഠിച്ചിട്ടില്ല. വീട്ടിലകത്തേക്ക് ആള് വന്നിട്ട് പഠിപ്പിച്ചതാണെന്നൊക്കെ അദ്ദേഹം ഈ ഇതിഹാസം എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്. അന്നത്തെ ആ ഒരു പാലക്കാടിന്റെ ഉള്ളറകളിൽ ഇന്നത്തെ തസ്റ്റാക്ക് സ്ഥിതി ചെയ്യുന്ന അവിടെയൊക്കെ ജീവിച്ച കാലത്ത് ഓർമ്മയിൽ ഉണരുന്ന പ്രകൃതി, അന്നത്തെ കുന്നുകള്, അന്നത്തെ തുമ്പികള്, അന്നത്തെ പക്ഷികള്, അന്നത്തെ ആകാശം, അന്നത്തെ ചക്രവാളം, ഇതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അടിസ്ഥാനപരമായി ഒരു വിഷാദി അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ വിഷാദിയുടെ അതികഠിനമായ ദുഃഖമാണ് അദ്ദേഹം ഈ പ്രകൃതിക്ക് മുഴുവനും നൽകുന്നത്. അത് നമ്മൾ ഖസാക്കിന്റെ ഇതിഹാസം വായിക്കുമ്പോൾ നമ്മൾ അറിയും. ഇപ്പൊ രവി അടുത്ത ദിവസം രണ്ടാമത്തെ ദിവസം മറ്റും കുളിക്കാൻ വേണ്ടി ആ ഒരു ചിറയിലേക്ക് ഇറങ്ങുമ്പോഴും അവിടെ നിന്ന് നോക്കുമ്പോഴാണ് രവി ആ ഖസാക്കിന്റെ മൊത്തം ആകാശവും ചക്രവാളമൊക്കെ കാണുന്നത്. അപ്പൊ അതിനപ്പുറത്താണ് നഗരം സ്ഥിതി ചെയ്യുന്നത് എന്ന് രവി വിചാരിക്കുക. അപ്പൊ അവിടെ എവിടെയോ രവിയുടെ ഉള്ളിൽ ഒരു വലിയ വിഷാദം, ആ ചക്രവാളത്തിന്റെ ചുവപ്പിന്റെ ഒരു വിഷാദം രവിയുടെ ഉള്ളിലേക്ക് വരികയാണ്. ഇത് വല്ലാതെ നീറിപ്പിടിക്കുന്നുണ്ട്. കൂമങ്കാവില് രവി വന്ന് ബസ് ഇറങ്ങുന്നത് തൊട്ട് ബസ് വരാനായി രവി കാത്തുകിടക്കുന്ന അവസാന വാചകം വരെ നീറിപ്പിടിക്കുന്ന ഒരു വിഷാദം ഖസാക്കിന്റെ ഇതിഹാസത്തിലുണ്ട്. അത് നിലനിർത്താൻ സാധിച്ചതും, അത് രചനയിൽ നിലനിർത്താൻ സാധിച്ചതും, അതേസമയം തന്നെ അത് ഇത്ര 50 വർഷങ്ങൾ കഴിഞ്ഞിട്ടും വായനക്കാരുടെ മനസ്സിൽ ഇപ്പോഴും വായിക്കുമ്പോഴും, വീണ്ടും ഞാൻ പറയുകയാണ്, പുതിയ തലമുറ എങ്ങനെ എടുക്കുന്നതിന് പറഞ്ഞുകൂട്ടാ, പക്ഷെ ഈ ഖസാക്കിന്റെ ഇതിഹാസം മനസ്സിലാക്കിയ ഒരാളത് വായിക്കുമ്പോൾ, പുതിയ തലമുറയാവട്ടെ, അവരത് മനസ്സിലാക്കി വായിക്കുമ്പോഴും അവരുടെ ഉള്ളില് അതൊരു വലിയ കൊടിയ ദുഃഖം തന്നെയായിട്ട് മാറും എന്നുള്ളതിൽ യാതൊരു സംശയവും. ഈ ഫലിതവും ഈ ദുരന്തബോധവും ഒന്നിച്ചു ഇണക്കി ഒരു രചന നിർവഹിക്കുക വളരെ പ്രയാസകരമായ കാര്യമാണ്. വിജയൻ അതിൽ മിടുക്കനായിരുന്നു. ആധുനികരിൽ അത് വിജയന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അതുപോലെയാണ് ഈ പാരമ്പര്യത്തെ സംസ്കരിക്കുക എന്നുള്ളത് ആധുനികരിൽ മറ്റുള്ളവരിലൊന്നും അത്രയേറെ നമ്മളത് കാണുന്നില്ല. ഇപ്പൊ വിജയൻ തന്നെ പറയും, ഇത് അസ്തിത്വ ക്ഷീണത്തിന്റെ കഥയാണ്. ഞാൻ സാർട്രിനെയോ അല്ലെങ്കിൽ പാശ്ചാത്യ ചിന്തകരിൽ മറ്റാരെയും ഞാൻ ആശ്രയിച്ചിട്ടില്ല. എന്റെ ഗ്രന്ഥശാലയിൽ ഒരുപാട് പാശ്ചാത്യ അസ്തിത്വ ശിക്ഷത്തെ കുറിച്ചൊക്കെ പറയുന്ന ഒരുപാട് പുസ്തകങ്ങൾ, അതൊക്കെ വെറുതെ മറിച്ചു നോക്കും. ഞാൻ ഇതൊന്നും വായിച്ചിട്ടില്ല. എൻ്റെ രവി എന്ന് പറഞ്ഞാൽ അത് ഒരു യൗവനകാലത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ക്ഷീണമാണ് അയാൾക്കുള്ളത്. അത് ജൈവിക ക്ഷീണമാണ്, ജൈവക്ഷീണത്തിന്റെ കഥയാണ്. അതിന് കാരണങ്ങളൊന്നുമില്ല, അത് കാരണങ്ങൾക്ക് അതീതമാണ്. രവിക്ക് ജീവിതത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ വലിയ തിട്ടമൊന്നുമില്ല. പക്ഷെ ജീവിതം എന്തെന്നറിയാതെ, അല്ലെങ്കിൽ ഇതാണ് ജീവിതം എന്നൊന്നും അറിയാതെ ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനാണ് അയാൾ. അയാൾക്ക് ചിലപ്പോൾ അതൊരു വികലതയായിരിക്കാം. അങ്ങനെയാണ് പണ്ട് KP അപ്പം പറഞ്ഞത്. സ്ഥലകാലങ്ങളിൽ ഒരു ക്രമക്കേടാണ്, സ്ഥലകാലങ്ങളിലുള്ള ഒരു ക്രമക്കേടാണ് രവി എന്നാണ് പണ്ട് KP അപ്പൻ എവിടെയോ ഇതിനെ കുറിച്ച് എഴുതിയപ്പോൾ പറഞ്ഞത്. രവി എന്ന നായകന് സ്ഥലകാലങ്ങൾക്കിടയിൽ ഒരു ക്രമക്കേടാണ്. ആ ക്രമക്കേടിനും ഒരു ദർശനം ഉണ്ടാകും.
അത് പാശ്ചാത്യ ചിന്തകരെന്ന് പറയുന്ന ഒരു ദർശനമൊന്നുമല്ല, അത് വിജയൻ ഉണ്ടാക്കിയ ദർശനം. അതാണ് രവിയിലൂടെ അദ്ദേഹം കൊണ്ടുപോകുന്നത്. നമുക്കറിയാം. എന്നിട്ട് അവസാനം ഈ നോവൽ അവസാനിക്കുമ്പോൾ വെറും ഒരു കുടയും സഞ്ചിയുമായിട്ടാണ് ഇറങ്ങുന്നത്. വിജയൻ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു, എന്റെ നായകൻ ഒരു കുടയും സഞ്ചിയുമായി ഇറങ്ങുന്ന ഒരു ദരിദ്ര നാരായണനാണ്. അയാൾ പോകുന്നത് മരണത്തിലേക്കല്ല, അയാൾ പോകുന്നത് പുനർജന്മത്തിലേക്കാണ് എന്നാണ് വിജയൻ പറയുന്നത്. രവി മരിച്ചു, പാമ്പുവിന്റെ ദംശനമേറ്റ് രവി മരിച്ചു എന്നൊന്നും വിജയൻ അവകാശപ്പെടുന്നില്ല. അദ്ദേഹം മറ്റൊരു ലോകത്തിലേക്ക് പോകുന്നു, മറ്റൊരു യാത്ര തുടങ്ങുന്നു. അത് ചിലപ്പോൾ മുക്തിയായിരിക്കാം. അതാണ് ബസ് വരാനായി രവി കാത്തു കിടന്നു. ആ വാചകമാണ് ആ കാലത്ത് നമ്മുടെ വായനക്കാരെ ഞെട്ടിച്ചു കളഞ്ഞത്. ബസ് വരാനായി രവി കാത്തു കിടന്നു എന്നാണ്, കാത്തു നിന്നു എന്നല്ല. അതാണ് ഭാഷയുടെ ഒരു സമൂലമായ പരിവർത്തനം. ബസ് വരാനായി രവി കാത്തു കിടന്നു, അയാൾ കിടക്കുക. പക്ഷെ അത് അയാൾ മരിച്ചു എന്നുള്ള അർത്ഥത്തിൽ അയാൾ ഒരു പുനർജനി തേടുന്നു, അയാൾക്ക് മുക്തി, അയാൾക്ക് മറ്റൊരു ലോകത്തിലേക്കുള്ള യാത്രയുടെ ഒരു അവസരം ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് വിജയൻ അർത്ഥമാക്കുന്നത്. അത് അദ്ദേഹത്തിൽ പിൽക്കാലത്ത് വളരെ ആഴത്തിൽ പരിവർത്തിക്കപ്പെട്ട ഒരു ആലോചനയും ദർശനമൊക്കെയാണ്. അതിനെയാണ് അദ്ദേഹം പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയത്. ഈ മുക്തി അപ്പോഴേക്കും നമ്മുടെ ലോകം മാറുകയും ഖസാക്കിൻ ഇതിഹാസം എഴുതപ്പെട്ട കാലത്തിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ ലോകമൊക്കെ മാറുകയും വളരെ യാന്ത്രികമായി തീരുകയും ആ ഒരു കാലത്തിലാണ് അദ്ദേഹം ഈ മധുരം ഗായതിയും പ്രവാചകന്റെ വഴിയും ഗുരുസാഗരവും ഒക്കെ എഴുതുന്നത്. ലോകമൊക്കെ ഇങ്ങനെ അണുപ്രസരത്തിന്റെ ധൂളികളേറ്റ് പാറകളൊക്കെ അദ്ദേഹം എഴുതി ഇങ്ങനെ വരുന്നു. അപ്പൊ നമ്മുടെ ലോകത്തെ കൃത്യമായിട്ട് കണ്ട ഒരു കലാകാരൻ, ഏതർത്ഥത്തിലും കലാകാരൻ, കാർട്ടൂണിസ്റ്റ്, കഥാകൃത്ത്, നോവലിസ്റ്റ്, ചിന്തകൻ എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ ഏതർത്ഥത്തിലും നമ്മുടെ കാലത്തെ കൃത്യമായി കണ്ട കലാകാരൻ വിജയൻ. മനുഷ്യജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് മനുഷ്യജീവിതം അനാഥാണ്, അത് വിഷാദപൂർണമാണ്. നോക്കണം, അദ്ദേഹം ആവർത്തിച്ച ചില വാക്കുകൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് സന്ദേഹം എന്ന്. എത്രയേറെ തവണയാണ് അദ്ദേഹം സന്ദേഹം സന്ദേഹം എന്ന് പറയുന്നത്. ഒരു മലയാളം മാഷ് പോലും ക്ലാസ് മുറിയിൽ ഇത്ര സന്ദേഹം എന്ന് പറഞ്ഞിട്ടില്ല. സന്ദേഹം എന്നൊക്കെയുള്ള നമ്മുടെ അലങ്കാരങ്ങളുണ്ട്. പക്ഷെ വിജയൻ എവിടെയൊക്കെയാണ് സന്ദേഹം, സന്ദേഹി എന്ന് പറയുന്നത്? അദ്ദേഹത്തിന്റെ എഴുത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സന്ദേഹമാണ്. ലോകത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സംശയം, സന്ദേഹങ്ങൾ, ആശങ്കകൾ, ദുഃഖങ്ങൾ, നിരാശകൾ, എന്തിനെക്കുറിച്ചൊക്കെ? അദ്ദേഹം ഭരണകൂടത്തെക്കുറിച്ച്, അധികാരത്തെക്കുറിച്ച്, മനുഷ്യന്റെ വിനിമയങ്ങളെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, യന്ത്രങ്ങളെക്കുറിച്ച്, എന്തിനെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹത്തിന് സന്ദേഹങ്ങൾ ഉണ്ടാകുന്നത്? എന്തിനെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹത്തിന് ആശങ്കകൾ ഉണ്ടാകുന്നത്? പക്ഷെ അതിനെയൊക്കെ അദ്ദേഹം വാക്കിൽ പിടിച്ചെടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാവ്യാത്മകമായ വാക്കിൽ പിടിച്ചെടുത്തു. കാവ്യാത്മകമായ വാക്യങ്ങളാണ് ഖസാക്കിന്റെ ഇതിഹാസത്തിൽ ഓരോ പേജിലും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാക്ക് ചിലപ്പോൾ ചിത്രമായിരിക്കും, ആ വാക്ക് ചിലപ്പോൾ നൃത്തമായിരിക്കും, ആ വാക്ക് ചിലപ്പോൾ എപ്പോഴും സംഗീതമായിരിക്കും, ആ വാക്ക് വളരെ ധ്വനിമയമായ ശില്പമായിരിക്കും. ഇതൊക്കെ ആക്കി തീർക്കാനുള്ള ഈ ഒരു എല്ലാ രൂപങ്ങളിലും സൃഷ്ടിച്ചെടുക്കുവാനുള്ള ആ ഒരു കരവിരുത്, അതാണ് OV വിജയനെ ജീനിയസ് ആക്കി തീർക്കുന്നത്. ഖസാക്കിന്റെ ഇതിഹാസം എഴുതുമ്പോൾ ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയ ആളല്ല, ആ എഴുത്തിന്റെ ഉള്ളിലുള്ള ദർശകനല്ല, ദർശനമുള്ള ആളല്ല ഒടുവിൽ മധുരം ഗായതി എഴുതി. അപ്പോഴേക്കും വിജയന്റെ കാഴ്ചപ്പാടുകളൊക്കെ മാറി വരുന്നുണ്ട്. ഒരുപക്ഷെ ഖസാക്കിന്റെ ഇതിഹാസം എഴുതാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ അവസാന കാലത്തൊക്കെയാണ് അദ്ദേഹം തയ്യാറായതെങ്കിൽ രവി ഒരിക്കലും ഇങ്ങനെ ഒരു ഒരു സ്ഥലകാലങ്ങളിലെ പിടിപ്പുകളോ അല്ലെങ്കിൽ സ്ഥലകാലങ്ങളിലെ വൈകല്യമോ ഒന്നും ആകില്ലായിരുന്നു. അവസാനമൊക്കെ ആകുമ്പോഴേക്കും അദ്ദേഹം ഒരു ഗുരുദർശനത്തിലേക്ക് എത്തിച്ചേരുകയും
ഒരു ഗുരുവിന്റെ വിധേയനായി മാറുകയും ഒരു ഗുരു പൂർണിമയിലാണ് ലോകത്തിന്റെ നിലനിൽപ്പ് എന്ന് തിരിച്ചറിയുകയും പ്രവാചകന്റെ വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുകയും പ്രകൃതിയുടെ കനിവ് എന്ന് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയും യന്ത്രങ്ങളുടെ ഈ ഒരു ലോകത്തില് സാത്വികരായ വിമാനങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക. സാത്വികരായ വിമാനങ്ങൾ എന്നാണ് വിമാനത്താവളം എന്നുള്ള ചെറുകഥയിൽ അദ്ദേഹം പറയുന്നത്. പക്ഷികൾ വിമാനങ്ങളെ പോലെ സാത്വികരല്ല എന്ന് പറയുന്നൊരിടത്ത് ഈ കഥയുടെ അവസാനത്തിൽ സാത്വിക വിമാനങ്ങൾ ഈ പൊട്ടിപ്പൊളിഞ്ഞു പോയ പഴയ ഒരു വിമാനത്താവളത്തിലേക്ക് വന്നിറങ്ങുകയും അസാധാരണമായ ഒരു കഥയാണത്. അങ്ങനെ ആരും ശ്രദ്ധിക്കാത്തൊരു കഥയാണത്. ആരും അങ്ങനെ പഠിച്ചിട്ടില്ലാത്തൊരു കഥയാണ്. ഞാൻ അന്നേ അത് വളരെ ആവേശത്തോടെ വായിച്ചതിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. വിമാനത്താവളം എന്നുള്ള കഥ, കാറ്റ് പറഞ്ഞ കഥയിലാണ് ആ കഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞു പോയ ഒരു വിമാനത്താവളത്തിൽ കാട് പിടിച്ചിരിക്കുന്നു. അവിടേക്ക് വണ്ടുകളും പക്ഷികളും സൂചിമുഖികളും ഒക്കെ വന്നിറങ്ങുന്നു. പണ്ടെന്നോ അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോയ ഒരു മകൻ, അവൻ പിന്നെ തിരിച്ചെത്തിയില്ല. ആ മകനെ തേടി ഒരു പിതാവ് എത്തുകയാണ് അവിടെ. അയാളെന്നും അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. ആ പഴയ വിമാനത്താവളത്തിൽ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്, പക്ഷെ അവിടെ കാടാണ്. പക്ഷെ പഴയ ഒരു ഓർമ്മയിൽ അയാൾ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അതാണ് കഥ. അപ്പൊ അവിടെ അയാൾ വേറൊരു കാരണം വരെ കണ്ടുപിടിക്കുകയാണ്. വിജയന്റെ കഥയിലൊക്കെ ഒരു നിബിഡമായ ഒരു പിതൃ സാന്നിധ്യമുണ്ട്. അച്ഛൻ, ഈ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം, ഈ ഒരു പിതൃ സാന്നിധ്യം ഇത്രയേറെ നമ്മുടെ കഥയിൽ മറ്റൊരാൾ അനുഭവിപ്പിച്ചിട്ടുണ്ട് എന്ന് സംശയം. കസാഖിന്റെ ഇതിഹാസം വായിക്കുമ്പോൾ ആ ഏകാധ്യാപക വിദ്യാലയത്തിലേക്ക് വരുന്ന ആ ഒരു ഇൻസ്പെക്ടർ, ആ ഇൻസ്പെക്ടർ രവിയിൽ ഉണ്ടാക്കുന്നത് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മയാണ്, അച്ഛന്റെ സദൃശതയാണ്. ആ ഒരു അധ്യായം വായിച്ചാല് നമ്മളൊക്കെ കണ്ണു നിറഞ്ഞു പോകും. ആ ഒരു പിതൃ സാന്നിധ്യത്തെ കുറിച്ച് ഓർത്ത് നമ്മൾ കണ്ണു നിറഞ്ഞു. അതിൽ മാത്രമൊന്നുമല്ല, വിജയന്റെ ഏത് പിതൃരൂപങ്ങളുള്ള കഥ എടുത്താലും അവിടെ മാതൃരൂപങ്ങൾക്കല്ല പ്രാധാന്യമുള്ളത്, പിതൃരൂപങ്ങൾക്കാണ്. അത് വിമാനത്താവളമാകട്ടെ, അത് കാറ്റ് പറഞ്ഞ കഥയാകട്ടെ, അത് ഗുരുസാഗരാകട്ടെ, കസാഖിന്റെ ഇതിഹാസമാകട്ടെ, ഈ കഥകളിലൊക്കെയും ആ ഒരു പിതൃരൂപം ഏറ്റവും ഒടുവിൽ മലയാളിയെ ആർദ്രരാക്കി കളഞ്ഞ ആ കടൽ തീരത്ത് എന്നുള്ള കഥ, അതിലാണ് ആ പിതൃരൂപം നമ്മളെ കണ്ണ് നനയിച്ചു കളഞ്ഞു. വെള്ളായിയപ്പൻ എന്നുള്ള ആ കഥാപാത്രം, വെള്ളായിയപ്പൻ മകനായ കൊണ്ടുണ്ണിയെ തേടി പഴുതാറ എന്നുള്ള പാലക്കാട് ഗ്രാമത്തിൽ നിന്ന് കണ്ണൂരിലെ ജയിലിലേക്ക് പോവുക. അയാൾ നാളെ വധശിക്ഷയ്ക്ക് വിധേയനാണ്. ആ പോക്ക്, വെള്ളായപ്പൻ പഴുതറയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അയാൾ ഒറ്റക്കാണ് പോകുന്നത്. കാശില്ല, മറ്റൊന്നുമില്ല, ഒന്നും അറിയില്ല, മറുലോകത്തെ കുറിച്ചൊന്നും അറിയില്ല. അപരിചിതമാണ് എല്ലാം. അപരിചിതർ എന്നുള്ളത് വിജയന്റെ ഒരു വലിയ ദർശനമാണ്. അദ്ദേഹം എത്രയേറെ ആവർത്തിച്ച മറ്റൊരു വാക്ക് ഈ അപരിചിതർ എന്നുള്ളത്. ഈ സന്ദേഹം പോലെ, പ്രയാണം പോലെ, പാഥേയം പോലെ അദ്ദേഹം ആവർത്തിച്ച ഒരു വാക്കാണ് ഈ അപരിചിതർ എന്നുള്ളത്. കാരണം അനാഥവും വിഷാദപൂർണവുമായ ഈ ജീവിതത്തില് നമുക്കെന്താണ് പരിചിതമായിട്ടുള്ളത് എന്നാണ് വിജയൻ ചോദിക്കുന്ന ഒരു ചോദ്യം. എല്ലാം അപരിചിതമല്ലേ? ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അതൊരു തോന്നൽ മാത്രമല്ലേ? അങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ വിമാനത്താവള കഥയിൽ. നമ്മൾ എവിടെ നിന്ന് എവിടേക്ക് പോകുന്നു, അതൊരു തോന്നൽ മാത്രമല്ല, നമ്മളൊരു യാത്രയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അങ്ങനെയാണ് പറയുക. ഈ യാത്രയിൽ നമ്മൾ അങ്ങനെ കുടുങ്ങിക്കിടക്കും. ഞാൻ പറഞ്ഞു വന്നത് വിജയന്റെ രചനകളിലെ പിതൃസ്പന്ദനത്തെ കുറിച്ച്. ആ വെള്ളായപ്പൻ ചെല്ലുന്നു, അദ്ദേഹം പോകുന്ന വഴിക്ക് മറ്റു പലരെയും കാണുന്നു.
കാണുന്നവരൊക്കെ വെള്ളായപ്പോ, അപ്പോൾ ഇയാൾ അവരെ വിളിക്കുന്നു, അവരുടെ പേര് വിളിക്കുന്നു. അപ്പം ആവർത്തിച്ച് വിജയൻ എഴുതുന്ന ഒരു വാക്കുണ്ട്, 2 വാക്കുകൾ മാത്രം. ആ വാക്കുകൾക്കിടയിൽ സ്നേഹത്തിന്റെ ഒരു നിറവ്, മൗനത്തിന്റെ ഒരു നിറവ്. അധികം സംസാര ഭാഷയൊന്നും ഈ കടൽ തീരത്തുനിന്നുള്ള കഥയിൽ ഉപയോഗിച്ചിട്ടില്ല. അത് ആരെ കണ്ടുമുട്ടിയാലും ഒരേ ഒരു വാക്ക്, വെള്ളായപ്പോ, ഞാനൊരു പൈസ തരാനുണ്ട്, സാരമില്ല പോയി വരും, അങ്ങനെ പോകും, വരലുണ്ടാവില്ല എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ പോയിട്ടും നാളെ വധശിക്ഷയ്ക്ക് വിധേയനായി തൂക്കുമരത്തിലേറുന്ന മകനെ കണ്ടിട്ട് വെള്ളായപ്പൻ അതിന്റെ അധിപന്മാരോട് പറയുകയാണ്. അധിപന്മാര് ചോദിക്കുമ്പോൾ ശവം ഏറ്റുവാങ്ങുന്നുണ്ടോ? ഇല്ല, എൻ്റെ കയ്യിൽ പൈസയില്ല. ശരി. അങ്ങനെ തോട്ടികള് ആ ഉന്തുവണ്ടിയിലാക്കി പോകുമ്പോൾ അതിന്റെ പിന്നാലെ ചെന്നിട്ട് മകന് യാത്രാമൊഴി നൽകിയിട്ട് കോടച്ചി എന്നുള്ള ഭാര്യ നൽകിയ ആ ഒരു പാഥേയം അത് കയ്യിലുണ്ട്. അപ്പോഴും നനഞ്ഞു തോർന്നത് കയ്യിലുണ്ട്. തലേന്ന് കൊടുത്ത ഭക്ഷണമാണ്. അതിപ്പോഴും അദ്ദേഹം കഴിക്കാതെ, മകൻ കഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹം കഴിക്കുന്നില്ല. എന്നിട്ട് ആ ഭക്ഷണവുമായിട്ട് കടൽ തീരത്ത് ചെന്നിട്ട് മകനുള്ള ഉദകക്രിയ പോലെ അവിടെ ആ കടൽ തീരത്ത് നിക്ഷേപിക്കുമ്പോൾ ബലിക്കാക്കകൾ വന്ന് കുത്തുന്നു. അങ്ങനെ മകന് അതൊരു ബലിക്രിയയായിട്ട് മാറുന്നിടത്ത് വിജയൻ ഈ കഥ അവസാനിപ്പിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതത്തിലെ ഏത് രചനകളിലും കടന്നു വരുന്ന ഒരു ദർശനത്തിന്റെ വലിയൊരു ചങ്ങലയാണ്. അത് ഖസാക്ക് തൊട്ട് പാറകൾ തൊട്ട് ഒരു യുദ്ധത്തിന്റെ ആരംഭവും ഒരു യുദ്ധത്തിന്റെ അവസാനവും തൊട്ട് ഇങ്ങേയറ്റത്ത് വിമാനത്താവളം വരെ എത്തിച്ചേരുന്ന ഒരു ദർശനത്തിന്റെ ശൃംഖലയാണ് ഈ പിതൃപുത്ര ബന്ധങ്ങൾ. അത് നമ്മുടെ അതിന് മറുവശമാണ് ഈ പറഞ്ഞ ഈ ഫലിതബോധം എന്നുള്ളത്. അത് പിന്നീട് അദ്ദേഹം ധർമ്മപുരാണത്തിൽ പരീക്ഷിക്കുകയാണ്. ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ ഒരുപാട് ആരാധകരൊക്കെ കൂടിയിട്ട് ഇത് മലയാളത്തിന്റെ വലിയൊരു ചർച്ചാ വിഷയമാക്കി മാറ്റിയപ്പോഴും, അത് കൊണ്ടാടപ്പെട്ടപ്പോഴും, അതിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി കൂടി ആയിരിക്കണം വിജയൻ ആ ദില്ലിയിൽ ഇരുന്നു കൊണ്ട്, ഇത് ഇങ്ങ് പാലക്കാട് ഗ്രാമത്തിൽ ഇരുന്നു കൊണ്ടാണല്ലോ എഴുതിയത്, ദില്ലിയിൽ ഇരുന്നു കൊണ്ട് ധർമ്മപുരമാണ് എഴുതുന്നത്. അപ്പോഴേക്കും അദ്ദേഹം ദില്ലിയുടെ ഒരു ഭാഗമാണ്, ജോലിയുടെ ഭാഗമാണ് ദില്ലി. അദ്ദേഹം കാണുന്നത് മുഴുവനും ഈ ആസുരതകളാണ്, ഈ അധികാരത്തിന്റെ അശ്ലീല, ഭരണാധികാരികളുടെ നിശംസതയാണ്. അതിനെ പരിഹസിക്കാനും ക്രോധത്തോടെ വിമർശിക്കാനും വേണ്ടി കൂടിയാണ് അദ്ദേഹം ധർമ്മപുരാണം എഴുതുന്നത്. അതിന് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയ മെറ്റീരിയൽസ് മൊത്തം വൈകൃതങ്ങളാണ്. അത് കണ്ടപ്പോഴും മലയാളികൾ ഞെട്ടി. മലയാള നാട്ടിലാണ് നോവൽ വരുന്നത്. അതിന്റെ ആദ്യ വാചകം വായിച്ചപ്പോൾ തന്നെ മലയാളിക്ക് അത് ദഹിച്ചില്ല. കാരണം ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയ വിജയനാണോ ഇത് എഴുതുന്നത്. എല്ലാവരും മുഖം തിരിച്ചു. അത്രക്ക് വൈകൃതവും അത്രക്ക് അശ്ലീലവും കൊണ്ടാണ് അദ്ദേഹം ഈ അധികാരത്തിന്റെ അശ്ലീലത്തെ നേരിടുന്നത്, അതിന്റെ വിധ്വംസത്തെ നേരിടുന്നത്. പക്ഷെ അന്നത്തെ മലയാളിക്ക്, അവരൊക്കെ ആധുനികതയുടെ വലിയ ആരാധകരാണെങ്കിലും ഇത് അവർക്ക് അത്ര രസിച്ചൊന്നും. അതുകൊണ്ട് ഈ മലയാള നാട്ടില് ഇത് സീരിയൽ ചെയ്ത് വന്നിട്ടും കുറെ കാലം വിജയൻ ഇത് പുസ്തകമാക്കാതെ കൊണ്ടു നടന്നതാണ്. പിന്നീട് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് അത് പുസ്തകമാക്കിയെന്ന് വിജയൻ തന്നെ പറയുന്നത്. പക്ഷെ അദ്ദേഹത്തില് ഈ ദുർബല ശരീരത്തിനുള്ളില് ആ ഒരു വിഷാദവാനും അതേസമയം തന്നെ ഒരു വലിയ പ്രഹരശേഷിയുള്ള ഒരു കലാപകാരി ഉണ്ടായിരുന്നു. അങ്ങനെയൊരു എഴുത്തുകാരനൊന്നും നമ്മുടെ ആധുനികരുടെ കൂട്ടത്തിലൊന്നും കണ്ടിട്ടില്ല. ഒരേ സമയം കലാപകാരിയായ ഒരു പ്രതിഭ, അതേസമയം വിഷാദവാനായ ഒരു പ്രതിഭ, രണ്ടു കൂടി ഇങ്ങനെ സമന്വയിപ്പിക്കുകയാണ് അദ്ദേഹം. വിജയൻ തന്നെ പറയുന്നു, എൻ്റെ രവിക്ക് സർവ്വസാധാരണമായ അസ്തിത്വ ദൗർബല്യം മാത്രമേ ഉള്ളൂ. അത് ഞാൻ സാർട്രിൽ നിന്നൊന്നും എടുത്തതൊന്നുമില്ല, കമ്മ്യൂവിൽ നിന്നോ കഫ്കയിൽ നിന്നൊന്നും എടുത്തതൊന്നുമില്ല, അത് ഷെനയിൽ നിന്നൊന്നും ഞാൻ എടുത്തൊന്നുമില്ല. അത് ഏത്
ചിലപ്പോൾ ഏതൊക്കെയോ യുവാക്കൾക്കുണ്ടാകുന്ന ഒരു സംഗതിയാണ് സർവ്വസാധാരണമായ അസ്തിത്വ ദൗർബല്യം ആ പ്രായത്തിൽ. മനുഷ്യൻ നിരുപയോഗകരമായ ഒരു വികാരമാണെന്നൊക്കെ സാർത്ര പറയൂ ആ കാലത്ത്. മൈൻ ഈസ് എ യൂസ്ലെസ് പാഷൻ ഒക്കെ. പക്ഷെ രവി അങ്ങനെ ഒരു യൂസ്ലെസ് പാഷൻ ഒന്നല്ല. രവിയുടെ കയ്യിൽ ഒരുപാട് യൂസ്ലെസ് ആയ ഒരുപാട് സംഗതികളുണ്ട്. പക്ഷെ അയാളൊരു യൂസ്ലെസ് പാഷൻ അല്ല. ഒരു അധ്യാപകൻ അങ്ങനെ യൂസ്ലെസ് പാഷൻ ആവാൻ വയ്യ. അയാൾ കർമ്മബന്ധങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന, ക്ലാസ് മുറിയിൽ ഈ കുഞ്ഞുങ്ങൾക്ക് അക്ഷരമാലകൾ പകർന്നു കൊടുക്കുന്ന ഒരു ഉപയോഗപ്രദമായ ഒരു വികാരം. അതിനപ്പുറത്ത് അയാൾ മറ്റെന്തോ ആവാം. അയാൾക്ക് അപ്പുക്കിളിയെ അറിയാം, അയാൾക്ക് ആ ഖസാക്കിന്റെ പ്രകൃതിയെ അറിയാം. അവിടെ വന്നപ്പോൾ ആ സ്ഥലം അദ്ദേഹത്തിന് അപരിചിതമായി തോന്നാത്തത് തന്നെ അദ്ദേഹത്തിന് ഒരു മുജ്ജന്മ ബന്ധം അതുമായിട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സാർത്രന്റെ നായകന്മാർക്കൊന്നും അങ്ങനെ ഒരു മുജ്ജന്മ ബന്ധം ഉണ്ടാവില്ല. അവർക്കൊന്നും ഈ ഒരു പ്രകൃതിയോടുള്ള ആഭിമുഖ്യം ഉണ്ടാവില്ല. അവർക്കൊന്നും ഈ ഒരു സ്നേഹത്തിന്റെ, കുഞ്ഞാമിനിയോടൊക്കെ തോന്നുന്ന ഒരു സ്നേഹത്തിന്റെ ആ ഒരു ജൈവികമായ ഒരു വിനിമയം ഉണ്ടാവില്ല. കുഞ്ഞാമിനിയൊക്കെ അദ്ദേഹം സൃഷ്ടിക്കുന്നത് ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രോട്ടോടൈപ്പ് നമ്മളെ കാണുക ബഷീറിലായിരിക്കും. കുഞ്ഞു ഫാത്തിമയുടെ ഒക്കെ ഒരു അനിയത്തിയായിട്ട് നമുക്ക് കുഞ്ഞാമിനിയെ കാണാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത്രമാത്രം ഈ മുൻ തലമുറയിലെ എഴുത്തുകാരെ ഇദ്ദേഹം സംസ്കരിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ലാഞ്ചിനിയൊന്നും ഉണ്ടാവില്ല. കുമാരനാശാനെ സംസ്കരിച്ചു, ചങ്ങമ്പുഴിയെ സംസ്കരിച്ചു, തകഴിയെ സംസ്കരിച്ചു, ചെമ്മീൻ എന്നുള്ള പേരിൽ പോലെ ഒരു കഥ എഴുതിയിട്ടുണ്ട്. അത്രക്ക് ഈ പാരമ്പര്യത്തെ ആധുനികതയുമായിട്ട് ചേർത്ത് വെച്ച ആളാണ് വിജയൻ. നമ്മുടെ ആധുനികയിലൊന്നും ഈ ഒരു പാരമ്പര്യത്തിന്റെ ഈ ഒരു സംസ്കരണ രൂപങ്ങളൊന്നും നമ്മൾ അങ്ങനെ തെളിഞ്ഞു കാണില്ല. അവരൊക്കെ ഇവരൊക്കെ വായിച്ചിട്ടുണ്ടാകും. പക്ഷെ വിജയൻ അത് വളരെ സുഭദ്രമായിട്ട് സംസ്കരിച്ചെടുക്കുകയും വൈകൃതങ്ങളിൽ നിന്ന് അദ്ദേഹം സൗന്ദര്യങ്ങളെ സൃഷ്ടിച്ചു. അതാണ് മലയാളത്തില് വിജയന്റെ വേറിടൽ. വൈകൃതങ്ങളിൽ നിന്ന് സൗന്ദര്യം സൃഷ്ടിക്കുക. തിരിച്ച് ഈ സൗന്ദര്യങ്ങളിൽ നിന്ന് ഒരു പ്രകൃതിയുടെ ഭാഷ ഉണ്ടാക്കുക. അപ്പൊ ഉദാഹരണത്തിന് വിജയന്റെ കഥകളിലും നോവലുകളിലും ഒക്കെ ആവർത്തിച്ച് വരുന്നൊരു സംഗതി വ്യക്തിയുടെ വിഷാദം, അതായത് തന്റെ കഥാപാത്രത്തിന്റെ വിഷാദം അദ്ദേഹം പ്രകൃതിയുമായി കൂട്ടിയാണ്. ഖസാക്കിലെ ഒരു മാന്ത്രികത അതാണ്. രവിയുടെ ഉള്ളിലെ ആ ഏകാഗിയുടെ വിഷാദം മുഴുവനും പ്രകൃതിയുമായിട്ട് കലരുന്നുണ്ട്. ആ വിഷാദം അദ്ദേഹം പ്രകൃതിയിൽ ആരോപിക്കുകയാണ്. വ്യക്തിയുടെ ഏകാന്ത ദുഃഖത്തെ പ്രകൃതിയുടെ വലിയ ദുഃഖമാക്കി പരിവർത്തിപ്പിക്കുകയാണ്. അതൊരു OV വിജയൻ രീതിയാണ്. അത് അദ്ദേഹത്തിന്റെ വേറൊരു ദർശനം. അത് ചക്രവാളത്തില്, ആകാശത്തില്, നക്ഷത്രത്തില്, സന്ധ്യയില്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് ബഹിരാകാശ കപ്പൽ വരെ എത്തിച്ചേരും. ആ ദുഃഖം അതൊന്നും മലയാളികൾക്ക് അത്ര പരിചിതമല്ല ആ ഒരു കാലത്തിൽ. അപ്പുക്കിളിയെ മാധവൻ നായർ ഈ സ്കൂളിൽ കൊണ്ട് ചെന്നാക്കി. അപ്പുക്കിളി പൊട്ടനാണ്, അപ്പുക്കിളിക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് അപ്പുക്കിളി ഒരു അത്ഭുതം കാണിച്ചു. മാധവൻ നായർ വന്നിട്ട് ചോദിക്കുന്നു, എവിടെ എൻ്റെ കഖം എന്ന് ചോദിക്കുമ്പോൾ രവി പറയുന്നു, അപ്പുക്കിളി വിദ്യ അഭ്യസിക്കുകയാണ്. അപ്പൊ മാധവൻ നായർ നോക്കുമ്പോൾ ബോർഡിലും ചുമരിലും ഒക്കെ നിറയെ അപ്പുക്കിളി ഒരു അക്ഷരം എഴുതി വെച്ചിരിക്കുന്നു. അക്ഷരം ഠ, വിദ്യ അഭ്യസിക്കുന്നു. മാധവൻ നായർ നോക്കുമ്പോൾ മാധവൻ നായർ ഞെട്ടി. അപ്പുക്കിളിയാണ് ഈ ഠ എഴുതിയിരിക്കുന്നത്. അപ്പം മാധവൻ നായർ, ഖഖമേ നീ നമ്മുടെ നാടിന്റെ മാനം കാത്തു എന്ന് പറയും. മുമ്പ് ഞാൻ ഖസാക്കിനെ കുറിച്ച് എഴുതിയപ്പോൾ പറഞ്ഞൊരു കാര്യമാണത്. ഇവിടെ അതൊന്ന് വായിക്കാത്തവർക്കും ഓർക്കാത്തവർക്കും വേണ്ടി കൂടി പറയുകയാണ്. അപ്പുക്കിളി എഴുതിയത് ഠ അല്ല, അപ്പുക്കിളി എഴുതിയത് പൂജ്യമാണ്. ഠ പൂജ്യം കൂടിയാണ്. അതൊരു പൂജ്യ അക്ഷരം. അതാണ് വിജയൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഠ അങ്ങനെ എഴുതേണ്ട കാര്യം. പൂജ്യത്തിലൂടെ വിജയൻ
ദർശനത്തിന്റെ, അതായത് ഈ ജീവിതത്തിന്റെ അനാഥത്വവും ദൈവക്ഷീണവും മരണത്തെയും ജീവിതത്തെയൊക്കെ അറിയാതെ, അല്ലെങ്കിൽ അങ്ങനെ അറിഞ്ഞാൽ തന്നെ അതിന്റെ ധാരാളിത്തം കൊണ്ട് ക്ഷീണിച്ചു പോകുന്ന മനുഷ്യന്റെ ശൂന്യത ബോധമാണ് അപ്പുക്കിളി എന്നുള്ള ഈ ഒരു ഇവിടുത്തെ ഒരു ബുദ്ധിയില്ലാത്ത കഥാപാത്രം വരച്ചു കാണിക്കുന്നത്. അത് വിജയൻ ബോധപൂർവം ഉണ്ടാക്കിയ ഒരു ദർശനമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഠായല്ല, അത് പൂജ്യം. അത് അപ്പുക്കിളിയുടെ പൂജ്യാക്ഷരം, ആ കുതിരത്തലയന്റെ പൂജ്യാക്ഷരം. അതാണ് അന്നത്തെ അസ്തിത്വവാദങ്ങളിൽ നിന്നൊക്കെ വേറിട്ടുകൊണ്ട് വിജയൻ നമ്മുടെ ഭാഷയിൽ ഉണ്ടാക്കിയ ഒരു വലിയ കലാദർശനം, അസ്തിത്വത്തെ കുറിച്ചുള്ള കലാദർശനം. അസ്തിത്വം എല്ലാവർക്കും ഉണ്ട്, അസ്തിത്വ ദർശനം എല്ലാവർക്കും ഉണ്ട്. അത് ഈ 60കളിലെയോ 70കളിലെയോ ആധുനികർക്ക് മാത്രമല്ല. അത് ആബേലും കായേനും തൊട്ട് തന്നെ അസ്തിത്വ ദർശനം തന്നെയാണ് എല്ലാവരും. പക്ഷെ നമ്മളല്ല, പാശ്ചാത്യർ അതിനെ ഒരു പ്രത്യേക സിദ്ധാന്തമാക്കി മാറ്റുകയും അത് മറ്റു ഭാഷകളിലൊക്കെ ഇറക്കുമതി ചെയ്യുകയും ആ ഇറക്കുമതിക്കൊത്ത് പലരും പല രചനകൾ നടത്തുകയും ചെയ്തപ്പോഴും അവരുടെ കൂടിയൊന്നും വിജയം നിന്നിട്ടില്ല. ആധുനികരല്ല മറ്റു ആരുടെ കൂടിയും വിജയം നിന്നിട്ടില്ല. അത് വിജയന്റെ ഇതിഹാസം വായിച്ചു തന്നെ വിജയം പറഞ്ഞു, ഇതൊക്കെ എന്റെ ജീവിതത്തിൽ നിന്ന് എന്നിലേക്ക് വന്നു. രവിയൊക്കെ എന്റെ ജീവിതത്തിൽ നിന്ന് വന്ന സത്യം. ഞാൻ ഈ പാശ്ചാത്യ ചിന്തക്കാരെ ഒന്നും ആശ്രയിച്ചിട്ടേയില്ല. മറ്റുള്ളവരൊക്കെ ആശ്രയിച്ച് കഥ എഴുതിയിട്ടുണ്ടാകും, പക്ഷെ ഞാൻ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. വാസ്തവമാണ്. വിജയന്റെ ഒരു കഥയും അങ്ങനെ ഈ അന്നത്തെ ആധുനികരുടെ അവരൊക്കെ ആരാധിച്ചിരുന്ന എഴുത്തുകാരുടെ ഒന്നും രചനകളുമായിട്ടും ഒരു ബന്ധവുമില്ല. വിജയന്റെ രൂപാന്തരണം മെറ്റമോർഫോസിന്റെ രൂപാന്തരണമില്ല. വിജയന്റെ വിചാരണ ട്രയലിന്റെ വിചാരണയില്ല. വിജയന്റെ കോട്ട ഒന്നും കാഫ്കയുടെ കാസലുവല്ല. ഇതൊക്കെ ഈ മനുഷ്യൻ തന്റെ ജൈവികമായ ചോദനകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ഒക്കെയും ഉണ്ടാക്കിയെടുത്ത ഒന്ന്. എന്തൊക്കെ വിഷയങ്ങളാണ് ഈ എഴുത്തുകാരൻ കൈകാര്യം ചെയ്തത്. പാറകൾ എന്നുള്ള കഥ നോക്കൂ. ആ കാലത്താണ് മൃഗാംഗമോഹനന്റെയും മൈഥിലിയുടെയും ആ ഒരു അവസാനത്തെ മനുഷ്യൻ, ഈ ഭൂമിയിൽ അവശേഷിച്ച യുദ്ധത്തിന് ശേഷം അവശേഷിച്ച അവസാനത്തെ പുരുഷനും അവസാനത്തെ സ്ത്രീ, അവർ തമ്മിൽ ഏതോ തരത്തിലുള്ള ഒരു പ്രണയ പരാഗമുണ്ട്. അയാളുടെ ബീജം അവളുടെ വയറ്റിലുണ്ട്. പക്ഷെ രണ്ടുപേരും 2 രാഷ്ട്രങ്ങളാണ്, രണ്ടുപേരും 2 വർണ്ണങ്ങളാണ്, രണ്ടുപേരും 2 കൊടികളാണ്. ആ യുദ്ധത്തിന്റെ അണുപ്രസരത്തിനിടയിലും പരസ്പരം അവസാനം ആ സ്നേഹം കൊണ്ട് മാത്രം അവർ അന്യോന്യം ശരമേൽപ്പിച്ചുകൊണ്ട് മൈഥിലി യാത്ര, കാമുക യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് വിരമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സ്നേഹത്തിന്റെ കനിവ് വിജയൻ അവസാന കാലത്ത് ആവർത്തിച്ചൊരു വാക്ക്, അതാണ് കനിവ്. എവിടെ പോയി നമ്മുടെ കനിവ്? അവസാനം വിജയൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എവിടെ പോയി എൻ്റെ ഭാഷ? ആ പ്രകൃതിയുടെ കനിവ് അത് അദ്ദേഹം അനുഭവിച്ചു തരികയാണ് അന്നേ പാറകളിലൂടെ. അന്ന് മലയാളത്തിലെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥയാണ് പാറകൾ. അതിൽ നിന്ന് തുടങ്ങുന്നു അദ്ദേഹത്തിന്റെ ഈ യന്ത്രലോകവും ജൈവിക ലോകവും തമ്മിലുള്ള വൈരുദ്ധ്യത്തെക്കുറിച്ചുള്ള വിഷാദങ്ങൾ, ആശങ്കകൾ, പേടികൾ. അന്നേരമാണ് അദ്ദേഹം ഈ ആന്തരികമായ ഈ ഒരു വിഷാദത്തെ പ്രകൃതി ദൃശ്യങ്ങളിലേക്കൊക്കെ കലർത്തുകയും അങ്ങനെ കഥ എഴുതുകയും ചെയ്തു. കാറ്റ് പറഞ്ഞ കഥ എന്നുള്ളൊരു കഥയുണ്ട്. അത് തന്നെയാണ് വിജയന്റെ മറ്റൊരു ദർശനം. വിജയൻ ആവർത്തിച്ച ഒരു വാക്കോ മറ്റൊന്ന് കാറ്റാണ്. കരിമ്പനകളിൽ കാറ്റ് പിടിക്കുന്നു ഖസാക്കിന്റെ ഇതിഹാസത്തിൽ. അന്ന് മുതലേ ഈ കാറ്റ് അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. ഒരു പുസ്തകത്തിന് അദ്ദേഹം ശീർഷകം തന്നെ നൽകിയത് കാറ്റ് പറഞ്ഞ കഥ എന്നാണ്. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന് രൂഢമൂലമായിട്ടുള്ള ഒരു ഭാവം തന്നെയാണ്. ഈ പ്രകൃതിയോടുള്ള ആ ഒരു വല്ലാത്ത അഭിനിവേശം, ആ യന്ത്രങ്ങളോടുള്ള ആ ഒരു വിമുഖതയും, മാർസിനോടും ഫ്രോയിഡിനോടുള്ള വിയോജിപ്പും ഒക്കെ കൂടിയാണ് അവസാനത്തിൽ അദ്ദേഹം ഒരു ഗുരുവിനെ തേടി
ഇങ്ങനെ ആ സാഗരത്തിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷെ വിജയന് അവസാന കാലത്തിൽ പറ്റിയൊരു കുഴപ്പമെന്ന് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഭാഷ ആവർത്തിച്ചു. ആ ആവർത്തനം വിവേകമുള്ള ഒരു വായനക്കാരന് അത്ര രസിച്ചെന്ന് വരില്ല എന്നാണ്. 69 മുതൽ ഒരു എഴുത്തുകാരൻ ഒരേ ഭാഷ തന്നെ ആവർത്തിക്കുമ്പോൾ അത് 2000ങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുമ്പോൾ, നമ്മുടെ പുതിയ നൂറ്റാണ്ടിലേക്കൊക്കെ എത്തിച്ചേരുമ്പോൾ, വിജയനെ ഫോളോ ചെയ്യുന്ന വിജയന്റെ അനുകർത്താക്കൾ, വിജയന്റെ ആരാധകർക്കും വായനക്കാർക്കൊക്കെ അത് വിഷമമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മധുരം കായതിയോ പ്രവാചകന്റെ വഴിയോ ഒന്നും അവസാന കാലത്ത് അത്രയേറെ ആളുകൾ സ്വീകരിച്ചു. അതിൽ വിജയന് വിഷമം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ബിംബാവലികളൊക്കെ അദ്ദേഹത്തെ ഇങ്ങനെ അനുധാവനം ചെയ്യുകയായിരുന്നു. അല്ലെങ്കിൽ ഈ ബിംബാവലികളെ അദ്ദേഹം അനുഗമിക്കുകയും അതിലൊന്നും ഒരു മാറ്റം ഉണ്ടായില്ല. തന്നെ നവീകരിക്കാൻ ആശയങ്ങളിൽ വിജയൻ ശ്രമിച്ചെങ്കിലും ഭാഷയിൽ അദ്ദേഹം അത് ശ്രമിച്ചില്ല എന്നുള്ളത്. അവസാന കാലത്ത് ഈ അനാഥവും വിഷാദപൂർണവുമായ ഈ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പരമഹംസര്, രാമകൃഷ്ണ പരമഹംസര് ഇങ്ങനെ പറയും, ഒരാള് ധർമ്മവും അധർമ്മവും ഉപേക്ഷിക്കുമ്പോൾ ബാക്കിയാവുന്നത് എന്താണെന്നുള്ളത്. അത് രാമകൃഷ്ണ പരമഹംസരുടെ ഒരു ചോദ്യമാണ്. ഒരാൾ ധർമ്മവും അധർമ്മവും ഉപേക്ഷിക്കുമ്പോൾ ബാക്കിയാവുന്നത് എന്താ? ഈ ഗുരുസാഗരത്തിലും തുടർന്ന് വന്ന നോവലുകളിലും അവസാനകാല കഥകളിലൊക്കെ വിജയൻ ആവർത്തിച്ച് തൻ്റെ ചിരപരിചിത ബിംബങ്ങളിൽ എഴുതിയത് ഈ സ്നേഹത്തിന്റെ കനിവ്, നിറവ് എന്നൊക്കെയാണ്. കാറ്റ് പറഞ്ഞ കഥയിൽ ഒറ്റ വാചകം ഉപയോഗിച്ചിട്ടുണ്ട്, ആയുഷ്കാലത്തിന്റെ പൂർണിമ എന്നാണ്. സംഗീതം എന്നുള്ള വാക്കിലെ ഗകാരം, സംഗീതത്തിൽ ഗ ഉണ്ട്, ആ സംഗീതത്തിലെ ഗകാരം നിറയിട്ടുണ്ട്. തെയ്യുണ്ണി ജ്യേഷ്ഠന്റെ മരണം അറിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ, തെയ്യുണ്ണി ആ വീട്ടിൽ അന്ന് താമസിക്കുമ്പോൾ അദ്ദേഹം അറിയുന്നത് ഈ സംഗീതത്തിന്റെ ഗകാരം, സ്നേഹത്തിന്റെയും പരമ്പരയുടെയൊക്കെ ഒരു നിറവാണ്. അതാണ് ഒറ്റ വാദ്യത്തിൽ വിജയം പറയുക, സ്നേഹത്തിന്റെ പരമ്പരയുടെ നിറവ് അതെവിടെ പോയി എന്നാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത്. അത് ഖസാക്കിലെ രവിയിൽ തന്നെ ഉണ്ടായിരുന്നു. രവി അറിയുന്നതൊക്കെ സ്നേഹത്തിന്റെയും പരമ്പരയുടെയും നിറവാണ്. രവിക്ക് വൈകല്യമുള്ളത് കൊണ്ട് ആ കഥാപാത്രം അങ്ങനെയാണ്. ഇവരൊക്കെ സാത്വികരാണ്. കാറ്റ് പറഞ്ഞ കഥയിലെ തെയ്യുണ്ണിയും അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ജ്യേഷ്ഠനൊക്കെ സാത്വികരാണ്. ഞാൻ പറഞ്ഞു വന്നത്, രാമകൃഷ്ണ പരമഹംസർ ചോദിക്കുന്നു, ഒരാൾ ധർമ്മവും അധർമ്മവും ഉപേക്ഷിക്കുമ്പോൾ ബാക്കിയാവുന്നത് എന്ത്? പരമഹംസർ എന്നെ പറയുന്ന മറുപടി ശുദ്ധമായ ഈശ്വര പ്രേമം, പ്രേമത്തിന് വേണ്ടിയുള്ള പ്രേമം, കളങ്കമില്ലാത്ത പ്രേമം. അത് അപാരമായ ഈശ്വര പ്രേമം. അത് ഖസാക്കിലെ രവിയിലില്ലായിരുന്നു. പക്ഷെ അവസാന കാലത്തെ വിജയന്റെ എല്ലാ കഥാപാത്രങ്ങൾക്കും അങ്ങനെ ഒരു ഈശ്വര പ്രേമം കിട്ടി. അത് അദ്ദേഹം ആവർത്തിച്ച് പറയും. അപ്പോൾ അത് നമ്മുടെ വായനക്കാരിൽ ചിലർക്ക് അത് രസിച്ചില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചിലരൊക്കെ വിജയനെ തള്ളി പറഞ്ഞു, വിജയൻ ആവർത്തിക്കുന്നു, ഭാഷയുടെ തടവിലാകുന്നു, വിജയന്റെ ഭാഷയിൽ പലരും ഫീച്ചർ എഴുതുന്നു എന്നൊക്കെ പറഞ്ഞ് വിജയനെ പലരും കളിയാക്കിയിട്ടുണ്ട്. പലരും സമകാലികരായ എഴുത്തുകാരൊക്കെ വിജയനെ വിമർശിച്ചു. വിജയന് ഒരു നവീകരണവും ഉണ്ടാവുന്നില്ല. ധർമ്മവും അധർമ്മവും വെടിയുമ്പോൾ ഒരാളിൽ ബാക്കിയാവുന്നത് എന്ത്? ശുദ്ധമായ ഈശ്വരപ്രേമം എന്ന് ശ്രീമാൻ രാമകൃഷ്ണ പരമഹംസർ പറയുന്നു. അപ്പം ഇങ്ങനെ പറയും, ഇതാ നിന്റെ ധർമ്മം, ഇതാ നിന്റെ അധർമ്മം, എടുത്തോളൂ. പക്ഷെ എനിക്ക് വേണ്ടുന്നത് ശുദ്ധമായ നിന്നോടുള്ള കേവല പ്രേമമാണ്. വീണ്ടും പറയുന്നു, ഇതാ നിന്റെ ജ്ഞാനം, ഇതാ നിന്റെ അജ്ഞാനം, എടുത്തോളൂ.
എനിക്ക് വേണ്ടുന്നത് നിന്നോടുള്ള ശുദ്ധമായ കളങ്കമില്ലാത്ത ഈശ്വരപ്രേമം. ഇനി ഇതാ നിന്റെ പുണ്യം, ഇതാ നിന്റെ പാപം, എടുത്തോളൂ. എനിക്ക് വേണ്ടുന്നത് നിന്റെ കേവലമായ നിന്നോടുള്ള ഈശ്വരപ്രേമം മാത്രം. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞതാണ്. ഒ വി വിജയൻ മറ്റൊരു ഭാഷയിൽ പറഞ്ഞത് എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചത് കവിയും പണ്ഡിതനുമായിട്ടുള്ള ഖസാക്കിന്റെ ഇതിഹാസം പ്രസിദ്ധീകരിച്ച വിജയന്റെ ഇതിഹാസത്തിന് അവതാരിക എഴുതിയ NV കൃഷ്ണവാര്യർ. പരമഹംസർ പറഞ്ഞതാണ് വിജയൻ മറ്റൊരു ഭാഷയിൽ നമ്മളോട് പറഞ്ഞത്. വായനക്കാരാ, നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ അവതാരിക അവസാനിപ്പിച്ചു. അത് ശരിയാണോ എന്ന് നമ്മളാണ് ആലോചിക്കേണ്ടത്. സമയം ഇങ്ങനെ നീണ്ടുപോയി എന്ന് തോന്നുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും പാലക്കാട്ടെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും മറ്റുള്ളവരോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.